അങ്ങനെ സാന്റിയാഗോ കോമിക്കോൺ നടന്നു കഴിഞ്ഞു. അതിൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ പല സ്റ്റുഡിയോസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ കോമിക്കോൺ തൂക്കിയത് സത്യം പറഞ്ഞാൽ മാറലാണ്. ഗോസ്റ്റ് റൈഡർ, ബ്ലാക്ക് പാന്തർ 3, അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ പുതിയ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് വെതറി തള്ളിയത്. പക്ഷേ ഈ കോമിക്കോൺ മാറൽ മാത്രമല്ല അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, വേറെയും കുറച്ച് സ്റ്റുഡിയോസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രാമായണയുടെ ടീം, അതായത് കൽക്കി റിലീസായ ടൈമിൽ ആ കൽക്കി ടീം ഓൾറെഡി ഇതേപോലെ സാന്റിയാഗോ കോമിക്കോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ റിലീസാകാൻ വേണ്ടി പോകുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പടമായിട്ടുള്ള നമ്മുടെ രാമായണയുടെ ടീമും ഈ സാന്റിയാഗോ കോമിക്കോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മാർവലിൻ്റെ സൈഡിൽ തന്നെ തുടങ്ങാം. അതായത് മാർവലിൽ നമ്മൾ പറയാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ഓൾറെഡി ഡെഡ്പൂൾ, അതായത് ഗോസ്റ്റ് റൈഡർ പടമൊക്കെ വരാൻ വേണ്ടി പോകുന്ന നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ പ്രസൻറ്റേഷൻ്റെ ഇടയ്ക്ക് നമ്മുടെ റയാൻ റൊണാൾഡ്സ് തന്നെ പുള്ളിയുടെ പുതിയൊരു സൂട്ടിൽ നമ്മുടെ RDJ അടുത്ത് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ, എനിക്ക് ഇനി വല്ല ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാണ് ഒരു കോമഡി രീതിക്കാണ് പുള്ളി അവിടെ സംസാരിക്കുന്നത്. പക്ഷേ മിക്കവാറും ഈ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ ഡൂംസ്ഡേയിൽ നമ്മുടെ ഡെഡ്പൂൾ ഉണ്ടാവാൻ ഒരു 99% ഇപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ്പൂൾ അവിടെ വന്നിരിക്കുന്നത് ദ എക്സ്പോസ് സൂട്ടിലാണ്, അതായത് ഒരു ഗ്രേ കളർ സൂട്ടിലാണ്. അത് എക്സ്മെൻസിൽ നമ്മുടെ ഡെഡ്പൂളുള്ള ഒരു സൂട്ടാണത്. സോ അതിൽ ഇങ്ങനെ പുള്ളി ഇതിൽ വന്നിരിക്കണമെങ്കിൽ ചിലപ്പോൾ പുള്ളി ആ ഡൂംസ്ഡേയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ആ ചെയർ റിവീൽ കാണിക്കാത്ത കുറച്ച് ആൾക്കാർ ഇതിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ പെഗി കാർട്ടറിനെ. അങ്ങനെ ആ പെഗി കാർട്ടർ ഒഫീഷ്യലി ഈ പടത്തിലുണ്ടെന്ന് ആ കാസ്റ്റ് ലിസ്റ്റിൽ ഇല്ലെങ്കിലും പക്ഷേ ഈ കോമിക്കോണിൽ കൊണ്ടുവന്നത് പുള്ളിക്കാരത്തി ഉണ്ടെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും വലിയൊരു സംഭവം റയാൻ റൊണാൾഡ്സിനെ വെച്ചിട്ട് ഡെഡ്പൂളിനെ വെച്ച് ചെയ്യണമെങ്കിൽ റയാൻ റൊണാൾഡ്സും അതേ ഡെഡ്പൂളും ആ പടത്തിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി മാർവലിൻ്റെ അവിടെ നിൽക്കട്ടെ, ഇനി നമ്മൾ DC സൈഡിലോട്ട് പോവാം. DCയുടെ സൈഡിൽ നിന്ന്, അതായത് DCയുടെ ഇപ്പോൾ പുതിയ എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് 2 ട്രെയിലേഴ്സാണ് വന്നിട്ടുള്ളത്. ഒന്ന് ക്ലേഫേസ്, അതായത് മൊത്തത്തിലൊരു ബോഡി ഹൊറർ പടമായിട്ടാണ് ആ ക്ലേഫേസിനെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. അതായത് സൂപ്പർമാനൊക്കെ നടക്കുന്ന സ്റ്റോറിക്ക് മുമ്പുള്ള സ്റ്റോറി ആയിട്ടാണ് നമ്മുടെ മാറ്റ് ഹാഗൻ്റെ സ്റ്റോറി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ആ രീതിക്ക് ഒരു റിവഞ്ച് സ്റ്റോറി ആയിട്ടാണ് അത് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതും ഒരു ബോഡി ഹൊറർ രീതിക്കാണ് അത് ട്രെയിലർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും. പടം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ഓൾറെഡി അതിൻ്റെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ നമ്മുടെ ചാനലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോക്കാം. അതേപോലെ തന്നെ DC സൈഡിൽ നിന്ന് ദ ലാൻഡൻസിൻ്റെ ഒരു ട്രെയിലറും കൂടി ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു സീരീസ് ഇറങ്ങുന്നൊന്നും അറിയത്തുണ്ടാവില്ല. പക്ഷെ എന്നാൽ ഇപ്പം ഞാൻ പറയുകയാണ്, DCയിൽ നമ്മുടെ ഗ്രീൻ ലാൻഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലുക്കും ട്രെയിലറും, ഫസ്റ്റ് ട്രെയിലറൊക്കെ ഇറങ്ങി, ഇപ്പോൾ സെക്കൻഡ് ട്രെയിലർ ഇറങ്ങി തോന്നുന്നു. അങ്ങനെ അതിൽ നമ്മുടെ സിനിസ്ട്രോനെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിസ്ട്രോൻ്റെ VFX പെട്ടെന്നുള്ള സഹിക്കത്തില്ല. അതിലും ഭേദം നമ്മുടെ ആ റയാൻ റൊണാൾഡ്സ് അഭിനയിച്ചിട്ടുള്ള ഗ്രീൻ ലാൻഡനിലെ സിനിസ്ട്രോ ആയിരുന്നു. മാത്രമല്ല ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പ്ലോട്ട്, അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു മേജർ ആയിട്ടുള്ള ഡെത്ത് ഉണ്ടാവുന്നത്. മിക്കവാറും അത് ആരാണെന്ന് നമുക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും. അതാരായിരിക്കുന്നു? ഓൾമോസ്റ്റ് ഹാൽ ജോർഡൻ ആയിരിക്കാനാണ് ചാൻസ്. കാരണം മേജറായിട്ടുള്ള ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൽ ജോർഡൻ ഗ്രീൻ ലാൻഡനെ ആയിരിക്കും മിക്കവാറും ഇതിൽ തട്ടിക്കളയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഏത് ഗ്രീൻ ലാൻഡനെ ബേസ് ചെയ്തിട്ടാണ് ഇനി DCയിൽ വരാൻ വേണ്ടി പോകുന്നത്? DCയിൽ മെയിനായിട്ട് ഇനി ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജോൺ സ്റ്റുവർട്ടിൻ്റെ ആ ഗ്രീൻ ലാൻഡനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു ഗ്രീൻ ലാൻഡനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഹാൽ ജോർഡൻ ഒരു മെൻറ്ററായിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും മൊത്തം സീരീസ് തന്നെ വരാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത് നമ്മുടെ ബാറ്റ്മാനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ആലൻ റിഡ്സൺ ആണ് ബാറ്റ്മാനായിട്ട് നമ്മുടെ DCയുടെ എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൽ വരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യം കോമിക്കോണിൽ തന്നെ പുള്ളിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് ആ ആക്ടറിൻ്റെ അടുത്ത് പുള്ളി ദ റണ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഈ കാര്യം പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്ക് DCയിൽ ബാറ്റ്മാനായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് DCയും പുള്ളിയായിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട്. പക്ഷേ പുള്ളിനെ ഇതുവരെ ബാറ്റ്മാനായിട്ട് കൺഫേം ആയിട്ട് കാസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളി ഒട്ടും വൈകാതെ തന്നെ DCയിലൊരു ക്യാരക്ടറായിട്ട് വരുന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മിക്കവാറും പുള്ളിനെ കാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെയൊക്കെ തള്ളിവിടേണ്ട കാര്യമില്ലല്ലോ. സോ DCയുടെ അപ്ഡേറ്റ്സ് ഇതേ ഉള്ളൂ. അതായത് വരുന്ന കോമിക്കോണൊക്കെ മാർവൽ തൂക്കി അങ്ങ് പോവാണ്. ഇപ്പോൾ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സ് തന്നെ ബിൽഡ് ചെയ്തിട്ട് ഈ കോമിക്കോണിലായിട്ട് ഇവർ ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. നമ്മുടെ ജെയിംസ് ഗൺ എന്താ ഈ കോമിക്കോണൊന്നും കാണുന്നില്ലേ? അറ്റൻഡ് ചെയ്യടോ. ഇനി അടുത്ത് നമ്മുടെ ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള സാധനം രാമായണ. അങ്ങനെ ഈ സാന്റിയാഗോ കോമിക്കോണിൽ ഒരു പാനലിൽ നമ്മുടെ യാഷും രൺബീർ കപൂറും ഇതിൻ്റെ ഡയറക്ടറൊക്കെ ചേർന്നിട്ട് അവരും ഈ കോമിക്കോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പടത്തിൻ്റെ ഒരു ഗ്ലിംസും മാത്രമല്ല ഒരു ട്രെയിലറും തന്നെ അവിടെ ഇട്ട് കാണിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് കൽക്കി, അതായത് പ്രഭാസിൻ്റെ കൽക്കി റിലീസാവുന്ന ടൈമിൽ ഇതേപോലെ സാന്റിയാഗോ കോമിക്കോണിൽ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ അവർ കുറേ മാസ്കും സാധനങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഓവറാക്കിയായിരുന്നു ആ പരിപാടിയിൽ. പക്ഷേ അതേപോലെ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. ജസ്റ്റ് വന്നിരുന്ന് സംസാരിച്ച് പോയി ട്രെയിലർ ഇട്ട് കാണിച്ചു, അത്രേ ഉള്ളൂ. ആക്ച്വലി ആ കാണിച്ചിട്ടുണ്ടായിരുന്ന ട്രെയിലർ ഇപ്പോൾ ഒഫീഷ്യലി നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആവേണ്ടതാണ്. പക്ഷേ അതിനുശേഷം അവർ കുറച്ച് കട്ട്സൊക്കെ അതിൽ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിലർ അവർ മാറ്റിയിട്ടായിരിക്കും ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഓൾറെഡി ആയിട്ട് കാണിച്ചിട്ടുള്ള സാധനം ഓൺലൈനിൽ എന്തായാലും ലീക്ക് ആയിട്ടുണ്ട്. 4000 കോടി മുടക്കിയിട്ടാണ് ഇവർ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഡോളേഴ്സിലേക്ക് വരുമ്പോൾ ഒരു 400-300 മില്യൻ്റെ അടുത്ത് വരും. അതായത് നമ്മുടെ ഡൂംസ്ഡേയുടെ ഒക്കെ പ്രൊഡക്ഷൻ്റെ അത്രയും വരുന്നുണ്ട് ഈ രാമായണ പടത്തിന്. സോ വേറൊരു ആദിപുരുഷ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല. പക്ഷേ ആ ട്രെയിലർ ലീക്കാതെ ഞാൻ കണ്ടു. സത്യം പറയുകയാണെങ്കിൽ ഒരു
നമ്മുടെ പണ്ട് കണ്ടിട്ടുണ്ടാവും മഹാഭാരതവും കർണൻ്റെയൊക്കെ സീരിയൽ നമ്മൾ സ്റ്റാർ പ്ലസിലും ഏഷ്യാനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് കൂടിയ വെർഷനായിട്ടാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നോക്കാം, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും 4000 കോടി പോയാൽ വരുമോ? പിന്നെ അടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ ഈസ് ബാക്ക്. അതായത് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ അല്ല, നമ്മുടെ ജോണി ഡെപ്പ് ഈസ് ബാക്ക്. അതായത് പുള്ളിയും പുള്ളിയുടെ വൈഫും തമ്മിലുള്ള ആ ഡിവോഴ്സ് കേസൊക്കെ പുള്ളി ജയിച്ച്, അതായത് ആ ഡിസ്നി തന്നെ പുള്ളിനെ ടെർമിനേറ്റ് ചെയ്തിട്ടാണ്, നമ്മുടെ ഡിസ്നി തന്നെ പുള്ളിനെ ടെർമിനേറ്റ് ഒക്കെ ചെയ്ത് പുള്ളി ഇനി സിനിമയിലൊക്കെ തന്നെ ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴായിരിക്കും പുള്ളി കേസ് നടത്തി ആ കേസ് ജയിക്കുകയും ചെയ്തു. ഇനി എന്താ, പുള്ളിയുടെ പട്ടാഭിഷേകം തന്നെ. അങ്ങനെ പുള്ളിയുടെ പുതിയ പടം ഇറങ്ങാൻ വേണ്ടി പോവാണ് എബിനൈസർ. ഇതും ഈ ഒരു ക്യാരക്ടറും പാസ്റ്റ് പ്രസൻ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിഡംഷൻ സ്റ്റോറിയാണ്. സോ എന്തുകൊണ്ട് പക്കയായിട്ട് നമ്മുടെ ജോണി ഡെപ്പിന് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ പക്കയായിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് പുള്ളി ഇപ്പോൾ ഒരു റിഡംഷൻ ആർക്കിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജോൺസിനെ അഭിനയിക്കുന്ന മാച്ച് ബോക്സ് എന്നുള്ള ഒരു പടത്തിൻ്റെ ട്രെയിലറും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വേറൊരു തരത്തിലുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പടം. അത്രയും ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ ഇതിൽ നമ്മുടെ ജോൺസിനെ ഒരു CIA ഏജൻറ്റ് സ്പൈ ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പുള്ളിക്ക് 4 ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ ആ 4 ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ പുള്ളിനെ അവർ കടത്തി വെച്ചിട്ട് ഈ 4 പേര് പുള്ളിയുടെ ലൈഫിൽ ഇൻവോൾവ് ആവാണ്. അതായത് സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ സാധനം തന്നെ. അതായത് ഒരു ന്യൂക്ലിയർ ഹെഡ് ഇവർ കടത്തിന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ബ്ലെയിം ഇവരുടെ മേലിൽ വീണ് അങ്ങനെ അത് ഇവരെങ്ങനെ അതിൽ നിന്ന് പുറത്ത് വന്നു, അതെങ്ങനെ ഇവർ തെളിയിച്ചു എന്നുള്ള കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇതൊക്കെയാണ് ആ കോമിക്കോണിൽ തന്നിട്ടുള്ള മെയിനായിട്ട് നമ്മുടെ മാർവലിൻ്റെ അല്ലാതുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ. പിന്നെയും വേറെ ഒരുപാട് ചവർ കണക്കിന് പടങ്ങളുടെയൊക്കെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും മിക്കവാറും നിങ്ങൾ എന്തായാലും കാണാൻ വേണ്ടി പോകുന്നില്ല. സോ അതിനെക്കുറിച്ച് ഞാൻ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. സോ ഇതൊന്നല്ലാതെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസം കണ്ടാണ് നമ്മുടെ ക്രിസ് ഇവൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് മുമ്പേ തന്നെ ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുമ്പേ തന്നെ ക്രിസ് ഇവാൻസ് ഓൾറെഡി, അതായത് ക്രിസ് ഇവാൻസിനെ തിരിച്ച് ഈ MCUലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ക്യാപ്റ്റൻ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ക്യാരക്ടറായിട്ട് തന്നെ പുള്ളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാർവലായിട്ട് ഒരുപാട് ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഓൾറെഡി ഒരുപാട് ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പുള്ളി ഇതിനു മുമ്പ് ഒരുപാട് ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇനി തിരിച്ചു വരും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു കഥയുണ്ടെങ്കിൽ മാത്രമേ പുള്ളി തിരിച്ചു വരുന്നുള്ള കാര്യം. ഇതിനു മുമ്പ് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിൽ പുള്ളിനെ ഹ്യൂമൻ ടോർച്ചായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവർ നമ്മളെ സ്റ്റീവ് റോജേഴ്സ് ആയിട്ട് തന്നെയായിട്ട് പുള്ളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഒരു നോമാഡായിട്ട് തന്നെയാണ് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നത്. ഈ നോമാഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ അവിടെ ഇവിടെ അലഞ്ഞിരിച്ച് നടക്കുന്ന, അതായത് സ്വന്തമായിട്ടൊരു സംഭവം ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരാൾ, അതാണ് സംഭവം. അങ്ങനെ പുള്ളിനെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് ഒഫീഷ്യലി പുള്ളി തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ടൈമിലൊന്നും പുള്ളിക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒരുപാട് ഐഡിയാസ് ഒക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആ ടൈമിലാണ് നമ്മുടെ RDJ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ടോക്കൊക്കെ മാർവലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ പുള്ളി തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് വന്നു. അതാണ് ഇപ്പോൾ സംഭവം. സോ ഇത്രയൊക്കെയാണ് ആ കോമിക്കോണിൽ നടന്നിട്ടുള്ള വേറെ കുറേയുള്ള അപ്ഡേറ്റ്സുകൾ. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.